ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി, BS6 മോഡൽ യൂണിക്കോണാണ്. സർവീസായിട്ട് നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് റണ്ണിങ്ങിൽ വണ്ടിക്ക് ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരു സ്മൂത്ത് കിട്ടുള്ള അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ചെയിൻ ലൂപ്പ് ചെയ്യണം, അതേപോലെ തന്നെ ജനറൽ സർവീസ് കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു ടൈം ലാഗ്, അതായത് വണ്ടിക്ക് ഒരു വലിയുടെ ഒരു ചെറിയൊരു പ്രോബ്ലം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിലവിൽ വേറെ അങ്ങനെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനായിട്ട് വണ്ടി ഓടിക്കാനായിട്ടൊരു റഫ്നെസ്, ഒരു ചെറിയ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഷിവറിങ് പോലെയാണ് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം നിലവിൽ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. നമുക്ക് ഇതുമായി കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. അത്യാവശ്യം നല്ല ലൈൻഡറാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ഈ ലൈൻഡറൊക്കെ അതിൻ്റെ ഉള്ളിൽ ഹബിനകത്ത് വരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് ബ്രേക്കിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല, ഒരു വലിച്ചിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ്, ശ്രദ്ധിക്കുക. ഈ സൈഡ് ഗ്രൂ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് തോന്നും, പക്ഷേ സെൻറ്ററിൽ വണ്ടിക്ക് പെടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു റഫ്നെസ് നമുക്ക് വണ്ടിക്ക് കാണുന്നുണ്ട്. പിന്നെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, പിന്നെ ചെയിൻ ലൂബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയിൻ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയിൻ ലൂബ് ചെയ്ത് തരാം. ആ ലൂസുള്ളത് ടൈറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മുടെ മോണോഷോക്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. ഈ സൈഡ് ബുഷ് കംപ്ലയിൻ്റ് ആണ്, അടിയിലത്തെ ബുഷ് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ലെയ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ബുഷ് മാത്രമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ചെയിൻ ക്ലീൻ ചെയ്ത് ചെയിൻ ലൂബ് ചെയ്യാം. പിന്നെ നമ്മൾ പവർ വേരിയേഷൻ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, വലിക്കുന്നതിൽ ചെറിയൊരു പ്രോബ്ലം തോന്നിയത് കൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഫ്യൂവൽ പമ്പിൻ്റെ ആ ഒരു പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം പ്രഷർ കിട്ടുന്നുണ്ട് കേട്ടോ. 40 PSI ആണ് ശരിക്കും, അതിനകത്ത് തന്നെ വന്നുണ്ട്. വേറെ പമ്പുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫ്യൂവലിൻ്റെ പമ്പിൻ്റെ പ്രഷർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിട്ടെ. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ ഉള്ളത് പുതിയ ഫിൽറ്ററാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ജസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. നോക്കുമ്പോൾ നമുക്ക് 13 വോൾട്ട് കാണിക്കുന്നുണ്ട്, ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.77. നിലവിൽ വേറെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ ഈ സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ആക്സിലേറ്റർ കീകളുടെ പ്ലേ ഒക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്ലേ തീരെ കുറവായൊരു കണ്ടീഷൻ. അപ്പോൾ നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടില്ല. ആക്സിലേറ്റർ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പക്ക ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ഒന്ന് റീസെറ്റാക്കി കറക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗൊക്കെ പുതിയ പ്ലഗാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ നിലവിൽ വേറെ അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല, അതായത് നമുക്ക് പ്രഷർ കാര്യങ്ങൾ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ത്രോട്ടിൽ ബോഡി ഇപ്പോൾ നമുക്ക് തൽക്കാലം അഴിക്കേണ്ട ആവശ്യമില്ല, തൽക്കാലം അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് ചെറിയൊരു ടൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കല്ലപ്പ് ഫ്രണ്ട് സൈഡിൽ നിന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്കിൻ്റെ ആ ബൂട്ട് സെറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ഈ മോഡൽ മാസ്റ്റർ യൂണിറ്റ് വന്നതിൽ ഒട്ടുമിക്ക വണ്ടിക്കും കോമൺ ആയിട്ട് കാണുന്നതാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ ശരിക്കും ഒരു റഫ്നെസ്, അത് കറക്റ്റ് സ്മൂത്ത് ചായ്മയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കത് പരമാവധി അത് ക്ലീൻ ചെയ്തിടാം. അതാണ് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റുക. മാക്സിമം ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കിയേക്കാം. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം പുതിയ ടയറാണ്, കുഴപ്പമൊന്നുമില്ല. വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ നിലവിൽ അങ്ങനെ പറയത്തൊക്കെ വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ടൊക്കെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. എന്തായാലും വൈകിട്ടത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം. അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ആ ഷോക്കിൻ്റെ ബുഷ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ജനറലായിട്ടുള്ള സർവീസ് വരുന്നുണ്ട്, ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടണേ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് വരാൻ പാടുള്ളൂ കേട്ടോ.